കേരള കത്തോലിക്ക സഭയിലെ വിശ്വാസികളും അവിശ്വാസികളും പിന്നെ മാധ്യമങ്ങളും ഏറെ ആകാംക്ഷയോടും ഏറെ ആശങ്കയോടും കൂടി കാത്തിരുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു ഇന്ന്. കുർബാന വിവാദത്തിന് നാൾവഴികളിലെ ഈ നിർണായക ദിനത്തിൽ ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രം എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക അങ്കണം തന്നെയായിരുന്നു. ഇന്ന് സെന്റ് മേരീസ് ബസലിക്ക അങ്കണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതും മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചുപിടിച്ചതുമായ ചില വസ്തുതകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായം. ഇന്ന് സെന്റ് മേരീസ് ബസലിക്ക ദേവാലയത്തിൽ ഇടവകക്കാർക്കായി 9:30 ഏകീകൃത കുർബാന ഉണ്ടായിരിക്കും എന്ന വികാരിയുടെ അറിയിപ്പിൻ പ്രകാരം ദേവാലയത്തിൽ എത്തിയത് 3 ഗണത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു. 1. ദേവാലയമുറ്റത്ത് ഒരു കലാപം പ്രതീക്ഷിച്ചെത്തിയ മാധ്യമ പ്രതിനിധികൾ. 2. ഏകീകൃത കുർബാന അർപ്പണം തടയുവാനെത്തിയ വിമതർ എന്നറിയപ്പെടുന്നവർ. 3. ഏകീകൃത കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുവാനെത്തിയ ഇടവക ജനങ്ങൾ. മാധ്യമങ്ങളിൽ നിന്ന് ആരംഭിക്കാം. കുർബാന വിവാദത്തിലെ മാധ്യമ നിലപാടുകൾ. വല്ലാത്ത ഒരു ആവശ്യത്തോടും ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ശരീരഭാഷയോടും സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് ഓടിയെത്തുന്ന മാധ്യമങ്ങൾ ഇന്നും വലിയ പ്രതീക്ഷയോടെ സമയത്തിനു മുമ്പേ ദേവാലയാങ്കണത്തിലെത്തി. സെന്റ് മേരീസ് ദേവാലയ അങ്കണം ഒരു നിരന്തര കലാപഭൂമിയാണ് എന്നും അവിടെ നിന്ന് ഉയരുന്ന വെല്ലുവിളികളും മുദ്രാവാക്യങ്ങളും ഒരു ന്യൂനപക്ഷത്തിന്റേതല്ല മഹാഭൂരിപക്ഷത്തിന്റേതാണ് എന്നും വരുത്തി തീർക്കുവാനുള്ള വ്യഗ്രത മാധ്യമ സമീപനത്തിൽ വളരെ പ്രകടമാണ്. ക്ലോസപ്പ് ഷോട്ടുകൾ കൊണ്ട് അവർ ഒരു ചെറിയ ആൾക്കൂട്ടത്തെ ഒരു ജനസമുദ്രമാക്കും. ഒരു ന്യൂനപക്ഷത്തിന്റെ ആക്രോശങ്ങൾക്കും വെല്ലുവിളികൾക്കും അവർ ഒരു ആഗോള പരിവേഷം നൽകും. വിവാദങ്ങളാണ് അവർക്ക് വിരുന്ന്. എന്തായാലും ചിലർ പുലർത്തിയ ജാഗ്രതാ മനസ്സ് കാരണം ഇന്ന് മാധ്യമങ്ങൾക്ക് സെന്റ് മേരീസ് ദേവാലയ മുറ്റത്തു നിന്ന് ഒരു വിവാദ സദ്യ ലഭിച്ചില്ല. 2. ഏകീകൃത കുർബാന അർപ്പണം തടയുവാൻ വന്നവർ. 50-ൽ താഴെ വരുന്ന ഒരു ചെറു സമൂഹമാണ് ഇന്ന് ദേവാലയാങ്കണത്തിൽ ഏകീകൃത കുർബാന എന്ത് വില കൊടുത്തും തടയണം എന്ന ദൃഢനിശ്ചയവുമായി എത്തിയത്. ദേവാലയമുറ്റത്തെ സമരപ്പന്തലിൽ നിന്നും 9 മണി കഴിഞ്ഞപ്പോഴേക്കും ദേവാലയ വാതിൽക്കലേക്ക് അവർ താവളം മാറ്റി. വെല്ലുവിളികളും മുദ്രാവാക്യങ്ങളും ആഘോഷങ്ങളും പരിഹാസങ്ങളും അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ട് അവർ നിറഞ്ഞാടാൻ തുടങ്ങിയപ്പോഴേക്കും ആവേശത്തോടെ മാധ്യമങ്ങളും ഓടിയെടുത്തു. ക്യാമറകൾക്ക് മുമ്പിൽ സമരത്തിന്റെ ഭാവം മാറി, സമരത്തിന്റെ രൂപം മാറി. ഇന്നത്തെ ഏകീകൃത ബലിയർപ്പണം തടയുവാൻ അന്യ ഇടവകകളിൽ നിന്നും സെന്റ് മേരീസ് ഇടവകയിൽ നിന്നും പരമാവധി ആളുകൾ എത്തുവാൻ വാട്സപ്പ് മെസ്സേജിലൂടെ ആഹ്വാനം ചെയ്തുവെങ്കിലും സമരമുഖത്ത് ഉണ്ടായിരുന്നത് 50ഓളം ആളുകൾ മാത്രമാണ് എന്നത് ശ്രദ്ധേയം. 3. ഏകീകൃത കുർബാന അർപ്പണം പ്രതീക്ഷിച്ച് എത്തിയ ഇടവക ജനങ്ങൾ. ക്യാമറ കണ്ണുകൾക്ക് അവർ വിരുന്ന് ഒരുക്കാറില്ല. അവരുടെ അധരങ്ങളിൽ നിന്ന് പോർവിളികളും മുദ്രാവാക്യങ്ങളും ആക്രോശങ്ങളും ഉയരാറില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അവർ പ്രിയപ്പെട്ടവർ അല്ല. എങ്കിലും അവരുടെ സ്വരവും പൊതുസമൂഹം അറിയണം. കേൾക്കുക. സെന്റ് മേരീസ് ഇടവകയിൽ നടന്ന ഈ സംഭവങ്ങളെ കുറിച്ചുള്ള പ്രതികരണം. ഞങ്ങൾ ഇടവകക്കാർ, ഫാമിലി യൂണിറ്റ് മെമ്പേഴ്സ്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളോട് 9:30 മണിക്ക് ഇന്ന് കുർബാന ഉണ്ടായിരിക്കുന്ന അച്ഛനെ അറിയിപ്പ് തന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ കുർബാന കൂടാൻ വന്നതാണ്. കുർബാന കൂടാൻ വന്നപ്പോൾ അച്ഛനെ കുർബാന ചെല്ലാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുർബാന കിട്ടണം എന്നുള്ള കാര്യം ഞങ്ങളിവിടെ അച്ഛനോട് പറയുന്നുണ്ട്. ഇവിടെ ഇടവകക്കാരല്ലാത്തവരൊക്കെ ധാരാളം പേരാണ് ഇവിടെ സമരവും മറ്റും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തുനിന്ന് വന്നവർ. ഞങ്ങളിവിടെ ഇടവകക്കാർ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും സെന്റ് മേരീസ് നമ്മുടെ ബസലിക്ക ഇടവകയിൽ എത്ര ശതമാനം ആൾക്കാർ ഏകീകൃത കുർബാന വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? ഒരു 75% ആൾക്കാരും ആഗ്രഹം അത് തന്നെയാണ്. കാരണം വെച്ചാൽ 60% ആൾക്കാർ ഇവിടെ പുറത്തേക്ക് വരുന്നില്ല. അവർ പാരിഷ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ. ഞങ്ങൾക്ക് ഇന്നലെ ആക്ച്വലി മെസ്സേജ് കിട്ടിയിരുന്നു. കുറച്ച് നാളായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ സഭ എന്ത് പറയുന്നു അത് അനുസരണത്തോടെ ഞങ്ങൾക്ക് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പ്രകാരം കുർബാന കൂടാൻ വന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ഇന്ന് ഈ ചർച്ചിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റാതെ പോയി തിരിച്ച് വീട്ടിലേക്ക് പോയിരിക്കുന്ന ആൾക്കാർ. കിടക്കാൻ പറ്റിയ കുറച്ച് പേരാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളൊരു മെമ്മോറാണ്ടം അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സഭ ഏത് കുർബാന അനുശാസിക്കുന്നു അത് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ആസ് ഓഫ് നൗ സിനഡ് കുർബാന അത് ഞങ്ങൾക്ക് വേണം. അത് കിട്ടാതെ ഞങ്ങൾ ആക്ച്വലി ദുഃഖത്തോടെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ഈ സിനഡിനെയും അതായത് റോമിലെ പിതാവിനെയും അനുസരിച്ചുള്ള മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതനുസരിച്ചുള്ള കുടുംബാംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കുർബാന കാണാൻ പറ്റാത്തൊരു ഇതിൽ വളരെയധികം വിഷമമുണ്ട്. ഞങ്ങൾ വളരെയധികം സങ്കടത്തോടെ ഇന്ന് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങളൊരു മെമ്മോറണ്ടം ഇവിടെ അച്ഛന് കൊടുത്തിട്ടുണ്ട്. അത് ഈ മെമ്മോറണ്ടത്തിൽ അതായത് ഇവിടെ വന്നതിലൊരു 70% ആൾക്കാർ പുറത്ത് ഒന്ന് കാണാൻ പറ്റാതെ ഒപ്പിടാൻ പറ്റാതെയാണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ള 30% ആൾക്കാരാണ് ഇവിടെ അച്ഛനെ ഈ മെമ്മോറണ്ടം കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഏകീകൃത കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുവാനെത്തിയ ധാരാളം വിശ്വാസികളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഒരു ചെറു വിഭാഗം ഇവിടെ സൃഷ്ടിച്ചു എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇവരുടെ നിരീക്ഷണ പ്രകാരം ഇന്ന് ദേവാലയാങ്കണത്തിൽ സമരസ്വരവുമായി എത്തിയ ഈ ചെറു വിഭാഗത്തിൽ മഹാഭൂരിപക്ഷവും ഈ ഇടവകയിൽപ്പെട്ടവരല്ല എന്നും അവരുടെ പ്രാർത്ഥനകൾക്കും മുദ്രാവാക്യങ്ങൾക്കും ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നും അവർ സാക്ഷ്യപ്പെടുത്തി. ഏകീകൃത കുർബാന ഉടൻ നടത്തി വരുത്തണം എന്നുള്ള അവരുടെ ആവശ്യം ഒരു മെമ്മോറാണ്ടമായി അവർ ഒപ്പിട്ട് വികാരിച്ചിന് നൽകിയ ശേഷം അവർ മടങ്ങി. വികാരിച്ചിന്റെ നിലപാട്: ഒരു സംഘർഷ സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ട് കുർബാന അർപ്പണം ഉപേക്ഷിച്ച വികാരിയച്ചൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു. ഏകീകൃത കുർബാന അർപ്പണം സാധ്യമാകുന്ന ഒരു സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതുവരെ ഇവിടെ കുർബാന അർപ്പണം ഉണ്ടായിരിക്കുകയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.